ആകാശവാണി. കണ്ണീരുണങ്ങാതെ ഒരമ്മ. നാടകം അവസാന ഭാഗം. രചന സുനി അരിക്കാംവീട്ടിൽ. സംവിധാനം മാത്യു ജോസഫ്. ശബ്ദം നൽകിയവർ നിലമ്പൂർ മണി, കെ സി കരുണാകരൻ പേരാമ്പ്ര, വി കെ രവി കൊയിലാണ്ടി, എൻ വി ബിജു, കുമാർ, ആണ്ടൂർ ബാലകൃഷ്ണൻ, അരുൺ ശങ്കർ ആർ കെ, രാഹുൽ പെരിങ്ങാവ്, നിതിൻലാൽ പന്നൂർ, സുർജിത് കടുങ്ങപുരം, അനിൽ അങ്ങാടിപ്പുറം, പി ജി ഇന്ദിര, രേവതി ദിനേശ്. കണ്ണീരുണങ്ങാതെ ഒരമ്മ. നാടകം അവസാന ഭാഗം. ഡോക്ടർ, ഇനി ഞാൻ തുറന്നു തന്നെ പറയാം. സഹോദരി മിസ്സിംഗ് ആയതിന്റെ 3-ാം നാൾ അർദ്ധരാത്രിയിൽ അനന്തു അവന്റെ അമ്മയുടെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ആ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആ അമ്മ പിറ്റേ ദിവസം രാവിലെ മകനെയും കൂട്ടി എന്റെ അടുത്തേക്ക് വന്നു. അവൻ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആര് സുജാതയോ? എന്താ പുലർച്ചെ തന്നെ? മകൾ അനുരാധയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല സാർ, ഒരു വിവരവുമില്ല. പിന്നെ രാവിലെ തന്നെ? എനിക്ക് CI സാറിനോട് ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റാരും അറിയരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വന്നത്. ശരി, ഞാൻ ഇപ്പോൾ വരാം. നിങ്ങൾ അകത്ത് കയറിയിരിക്കൂ. ഇതാരാണ്? മകനാണോ? അതെ സാർ. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. ഇന്നലെ വളരെ വൈകിയാണ് കിടന്നത്. നിങ്ങൾ ബെല്ലടിച്ചപ്പോഴാണ് ഉണർന്നത്. നിങ്ങൾ ഇരിക്കി, ഞാൻ 5 മിനിറ്റ് കൊണ്ടുവരാം. മോനെ അനന്തു, ഒരു കാര്യവും വിടാതെ എല്ലാം നമുക്ക് സാറിനോട് പറയണം. മറ്റു പോലീസുകാരെ പോലെ അല്ല. എടുത്തുചാട്ടം ഉണ്ടെങ്കിലും അദ്ദേഹം നമ്മളെ സഹായിക്കും എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് മോനെല്ലാം തുറന്നു പറയണം. പറയാം അമ്മേ, ഞാനെല്ലാം പറയാം. ഇന്നലെ രാത്രി ഞാൻ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാറിനോട് പറയാം. ഇരിക്കൂ. പിന്നെ നിങ്ങൾക്ക് ചായയൊന്നും തരാൻ ഇവിടെ ആരുമില്ല. ഒന്നും വേണ്ട സാർ. ഞങ്ങൾക്ക് സാറിനോട് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ മാത്രം മതി. ശരി, എന്താണ് പറയാനുള്ളത്? പിന്നെ മകന്റെ പേരെന്തായിരുന്നു? അനന്തു. വേണ്ട, അവൻ പറയട്ടെ. അനന്തു. അനന്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിഗ്രി 4th സെമസ്റ്റർ. എവിടെ? സെന്റ് പോൾസ് കോളേജിൽ. നഗരത്തിലെ പണക്കാരുടെ മക്കൾ പഠിക്കുന്ന സെൽഫ് ഫൈനാൻസ് കോളേജ് അല്ലേ? അനന്തുവിന് മെറിറ്റിൽ കിട്ടിയതാണ് സാർ. അവിടെ മാനേജ്മെന്റ് സീറ്റൊന്നും തരപ്പെടുത്താൻ സാധാരണക്കാർക്ക് കഴിയാറില്ല. ശരിയാണ് സാർ. അതിരിക്കട്ടെ, ഇപ്പോൾ അനന്തുവിനാണല്ലേ എന്നോട് എന്തൊക്കെയോ പറയാനുള്ളത്? അതെ സാർ. അവൻ ഇന്നലെ രാത്രി എന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വിശ്വസിക്കാനാവുന്നില്ല സാർ. ഞങ്ങൾ നേരം വെളുക്കാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാം സാറിനോട് വന്ന് പറയാൻ. എന്താണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം? അനന്തുവിന്റെ അച്ഛന്റെ മരണവും അനുരാധയുടെ മിസ്സിംഗും ഒക്കെ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സാർ. എങ്ങനെ? അനന്തു പറയട്ടെ. സാർ, ഞാൻ തെറ്റു ചെയ്തു പോയിട്ടുണ്ട് സാർ. വലിയ വീട്ടിലെ കുട്ടികൾ പണം കൊണ്ട് കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ആധുനിക സൗകര്യമുള്ള മൊബൈൽ, പടപടാ ശബ്ദത്തോടെ പറക്കുന്ന ബൈക്ക് ഒക്കെ ഞാൻ മോഹിച്ചു പോയി സാർ. അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വന്നു സാർ. വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്റെ പൊന്നച്ഛനെയും എന്റെ പുന്നാര ചേച്ചിയെയും. സാർ, എല്ലാറ്റിനും കാരണം ഞാനാണ് സാർ. കരയാതെ, വിഷമിക്കാതെ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ. പിന്നെ ഒരു കാര്യം, അനന്തുവിന്റെ അമ്മ കുറച്ചുനേരം പുറത്തു പോയിരിക്കൂ. ഞാൻ അനന്തുവിനോട് മാത്രമായി ഒന്ന് സംസാരിക്കട്ടെ. ശരി സാർ. ഇനി അനന്തു പറയൂ, ചേച്ചിയെ കാണാത്തതും അച്ഛന്റെ മരണവും ഒക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പറയാം സാർ, ഞാനെല്ലാം പറയാം. ഒരു ഇടത്തരം കുടുംബത്തിലുള്ളവനായിരുന്നിട്ട് കൂടി സെന്റ് പോൾസ് കോളേജിൽ ഞാനായിരുന്നു ഏറ്റവും പാവപ്പെട്ടവൻ. മറ്റുള്ളവരെല്ലാം വളരെ മുകളിലായിരുന്നു. പണം കൊണ്ടും പദവി കൊണ്ടും എല്ലാം സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ളവരുടെ മക്കളായിരുന്നു എല്ലാവരും. അത് അനന്തുവിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിയോ? കോംപ്ലക്സ് ഒന്നുമില്ലായിരുന്നു സർ. എങ്ങനെയും അവരെയൊക്കെ പോലെ ആകണം എന്ന ആഗ്രഹം, അവരുടേതുപോലുള്ള മൊബൈലും 2 വീലറും ഒക്കെ സ്വന്തമാക്കണമെന്ന മോഹം, അത് എന്റെ പഠനത്തെ പോലും സാരമായി ബാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ ലൈബ്രറിയിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കെ എന്റെ സീനിയേഴ്സായ അവർ എന്റെ മുന്നിലേക്ക് വരുന്നത്.
ആ, അനന്തു ഫസ്റ്റ് സെമസ്റ്റർ CS പഠിപ്പിസ്റ്റ് അല്ലേ? ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് വന്നതാ. ഞാൻ രാകേഷ്, കേട്ടിട്ടുണ്ടാവും മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ അനന്തരാമനെ. ആ അനന്തരാമൻ ഡോക്ടറുടെ മകനാ. എടാ, ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്ത്. ഇനി മുതൽ ഈ അനന്തു നമ്മുടെ കൂട്ടുകാരനാ. ആ, ഞാൻ നഗരത്തിലെ ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ഒരേ ഒരു പുത്രൻ സോനു രാംകുമാർ. ഞാൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാം ബാബുവിന്റെ മകൻ വിക്രം ബാബു. വെരി ഗുഡ്. അനന്തു, ഇനി നീ ഒന്ന് പരിചയപ്പെടുത്ത്. ഞാൻ 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 എന്നോ? എന്താ നിനക്ക് വിക്കുണ്ടോ? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. +2 പരീക്ഷയിൽ 1200 മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം ഈ സമ്പന്നന്മാരുടെ കോളേജിന്റെ പടി കയറാൻ ഭാഗ്യം ലഭിച്ച നീ എന്താടാ ഞങ്ങളുടെ മുന്നിൽ പൊട്ടം കളിക്കണോ? വിക്രം, സോനു, നിങ്ങൾ ആ പാവത്തെ പേടിപ്പിക്കാതെ അനന്തു പറ, അനന്തുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഈ ഞാനും. അച്ഛൻ എന്താടാ ജോലി? സ്കൂൾ മാസ്റ്ററാണ്. അമ്മ? ജോലിയൊന്നുമില്ല. ആ, പുളിയിലക്കര നേരിയത് മുടുത്ത് മുടിയിലൊരു തുളസിക്കതിരും ചൂടി നടക്കുന്ന അമ്പലവാസിയായിരിക്കും ചേച്ചി, അല്ലടാ? ചേച്ചി ഇവിടെ ഗവൺമെന്റ് കോളേജിൽ MSc കെമിസ്ട്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. ആഹാ, എന്താ ചേച്ചിയുടെ പേര്? അനുരാധ. ഓ, അനുരാധ. അനുരാധ, കൊള്ളാലോടാ. നല്ല പേര്. മതി മതി, പോട്ടറാ, വിട്ടേക്ക്. പിന്നെ അനന്തു, ഭയപ്പെട്ടു പോയോ? സാരമില്ല, ഇവരിങ്ങനെയാ, ആദ്യം വെറുതെ ഒന്ന് ഭയപ്പെടുത്തും, എന്നാലും നല്ലവരാ. അല്ല, അനന്തു എന്തായി വായിക്കുന്നത്? മാതൃഭൂമി ആഴ്ചപ്പതിപ്പോ? എടാ അനന്തു, നീ ന്യൂ ജനറേഷൻ വർഗത്തിന് തന്നെ അപമാനമാണല്ലോടാ. എടാ, ഈ ന്യൂ ജനറേഷൻ പത്രം പോലും വായിക്കാറില്ല. ഇതൊക്കെ നീ ഇനി എപ്പോഴാ പഠിക്കുക? 1200 മാർക്ക് വാങ്ങിയിട്ട് എന്താ കാര്യം? സാമാന്യ ബോധം തൊട്ട് തീണ്ടിയിട്ടില്ല. അതെങ്ങനാ? അച്ഛന്റെ അമ്മയുടെ എല്ലാ കുട്ടിയായിരിക്കും മടിയിൽ വെച്ചായിരിക്കും വളർത്തിയത്. അനന്തു, അവര് പറയുന്നത് ശരിയല്ലേ? നീ എന്തിനാ ലൈബ്രറിയിലൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കുന്നത്? ദാ ഇത് നോക്ക്, ഇതുപോലൊരു മൊബൈൽ ഉണ്ടായാൽ മതി. അല്ല, നിനക്ക് മൊബൈൽ ഉണ്ടോ? ഇല്ല. എന്നാ ഇതുപോലൊരു മൊബൈൽ സംഘടിപ്പിച്ചാൽ മതിയിടോ. പിന്നെ നമ്മളൊന്നും വായിക്കണ്ട, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ടാവും, ഈ ലോകം മുഴുവൻ. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? സംശയം തീരുന്നില്ല അല്ലേ? എന്നാ നീ ഒരു വാക്ക് പറ, അതുമായി ബന്ധപ്പെട്ട് നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിൽ കാണിച്ചു തരാം. പറയടോ, ഒരു വാക്ക് പറ. അമ്മ. നശിപ്പിച്ചു. നഴ്സറി ക്ലാസ്സിലെ കുട്ടികളെ പോലെ അവൻ പറഞ്ഞത് കേട്ടില്ലേ? അമ്മ, അമ്മ പോലും. എടാ എടാ എടാ, നിനക്ക് നിന്റെ അമ്മയുടെ അമ്മിഞ്ഞം പാലും കുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടന്നാ പോരായിരുന്നോ? ഈ കോളേജിന്റെ പേര് കൂടി നാറ്റിക്കാൻ വന്നിരിക്കുന്നു. വിടെ പോട്ടെ, അനന്ത് പറഞ്ഞത് അമ്മ എന്നല്ലേ? ശരി, ആ വാക്കുമായി ബന്ധപ്പെട്ട് നിനക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതാ, ഈ ഗൂഗിളിൽ അമ്മ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതാ നോക്ക്, ഇത് കണ്ടോ? വന്നത് കണ്ടോ? ലോക പ്രശസ്തരായ അമ്മമാർ, അമ്മ എന്ന സിനിമാ സംഘടന, അമ്മയുമായി ബന്ധപ്പെട്ട മികച്ച പെയിന്റിങ്ങുകൾ, കഥകൾ, കവിതകൾ, അങ്ങനെ അങ്ങനെ. നോക്ക്, ഇനി നീ തന്നെ പറ, നമ്മൾ ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഓ, ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ആ, അതാണ്, നീ പ്രതീക്ഷിക്കാത്തതൊക്കെ ആയിരിക്കും ഈ കോളേജിൽ നിന്നെ വരവേൽക്കുക. അതുകൊണ്ട് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നട്ടുക്കഷ്ണം തിന്നാൻ നോക്കുക, കേട്ടോ? പിന്നെ വിക്രം, സോനു, നമുക്ക് ഇന്നത്തേക്ക് പിരിയാം അല്ലേ? ഇനി അനന്തുവിനെ നാളെ റാഗ് ചെയ്യാം. എന്താ? ഓക്കേടാ, ഓക്കെ. പിന്നെ അനന്തു, ഈ മൊബൈൽ ഇന്ന് നീ വെച്ചോടാ. നിനക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ഒന്ന് പരതി നോക്ക്. നിന്നിലെ പഠിപ്പിസ്റ്റിന് അതൊരു സഹായകമാവും. വേണ്ട വേണ്ട, അച്ഛനും അമ്മയും അറിഞ്ഞാൽ വഴക്ക് പറയും. എടാ, നീ കുറച്ചുകൂടി ധൈര്യം കാണിക്കേ. നീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ? നീ ഇതിന്ന് കൊണ്ടുപോയി നോക്ക്. പിന്നെ ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ എക്സ്ക്ലൂസീവ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അത് മാത്രം തുറക്കരുത്. രാകേഷേ, എന്നാ ഞങ്ങൾ പോട്ടെ. നീ അവനെ കുറച്ചുകൂടി ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വന്നാ മതി. ഞങ്ങൾ ആ ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിലുണ്ടാവും. ശരി ശരി, ഞാൻ എത്തിക്കോളാം. ശരി. അന്ന് ഞാൻ മൊബൈലും കൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത്. അത് അച്ഛന്റെയും അമ്മയുടെയും കണ്ണിൽപ്പെട്ടോ? അന്ന് അത് തുറന്നു നോക്കാൻ പറ്റിയോ? +1 മുതൽ ഞാൻ പ്രത്യേക മുറിയിലിരുന്നാണ് പഠിക്കുന്നത്. അവിടെ ആരും ശല്യപ്പെടുത്താൻ വരാറില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ വിശദമായി നോക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ഓപ്ഷൻസ് ആയിരുന്നു ആ ഫോണിൽ! അവർ പറഞ്ഞതും ശരിയായിരുന്നു.
എന്തിനാണ് നാം വെറുതെ ഓരോന്ന് വായിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് കഷ്ടപ്പെടുന്നത്? ഒരു വാക്കിന്റെ ആദ്യ അക്ഷരങ്ങൾ എഴുതുമ്പോൾ തന്നെ ഗൂഗിൾ അറിവിന്റെ ഒരു കടൽ നമുക്ക് മുന്നിൽ തുറന്നു വെക്കും. ആ മൊബൈൽ പ്രവർത്തിപ്പിച്ച് നോക്കിയതോടെ അങ്ങനെയൊന്ന് സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി അല്ലേ? തീർച്ചയായും. ആ, പിന്നെ അന്ന് ഫോൺ തരുമ്പോൾ തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. എപ്പോഴും പൊതിഞ്ഞു വെക്കുന്നത് തുറന്നു കാണാൻ നമുക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൾഡർ തുറന്നു. അപ്പോൾ അത് ലോക്ക് ചെയ്തിരുന്നില്ലേ? ലോക്ക് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഫോണിന്റെ ഓപ്ഷൻസ് പറഞ്ഞു തരുന്നതിനിടയിൽ ആ ഫോൾഡർ എന്റെ അച്ഛന്റെ പേര് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്, അത് തുറക്കരുതെന്ന് ഒരിക്കൽ കൂടി രാകേഷ് ഓർമ്മിപ്പിച്ചിരുന്നു. സീക്രട്ട് കോഡായ അച്ഛന്റെ പേര് രാകേഷിനോട് അബദ്ധത്തിൽ പറഞ്ഞു പോയത് നിനക്ക് തുണയായല്ലേ? ഞാനും സാറിനെ പോലെ രാകേഷ് ആ കോഡ് അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും എന്നാണ് കരുതിയത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് അവൻ മനഃപൂർവ്വം പറഞ്ഞതായിരിക്കുമെന്ന്. എന്നെ അവരിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത്. എന്തായിരുന്നു ആ ഫോൾഡറിൽ? അത് പറയൂ. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്റെ അമ്മയോട് പുറത്തു പോയിരിക്കാൻ പറഞ്ഞത്. പറയൂ, എന്തായിരുന്നു ആ ഫോൾഡറിൽ? കുറെ നഗ്ന ഫോട്ടോസ് അല്ലേ? പറഞ്ഞാൽ സാറ് വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ ഫോൾഡർ നിറയെ ഞങ്ങളുടെ കോളേജിലെ ലേഡി ടീച്ചേഴ്സിന്റെ ഫോട്ടോസ് ആയിരുന്നു. ക്ലാസ് എടുക്കുമ്പോഴും മറ്റും വസ്ത്രങ്ങൾ തെന്നിപ്പോകുന്നത് സൂം ചെയ്തെടുത്ത ഫോട്ടോസ്. അതോടെ രാകേഷിനെയും കൂട്ടുകാരെയും കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും അനന്തുവിന്. സത്യം പറയാമല്ലോ സാർ, എനിക്ക് അവരോട് ആരാധന തോന്നിപ്പോവുകയാണ് ചെയ്തത്. എനിക്ക് അവരുടെ കമ്പനിയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന ആഗ്രഹം കലശലായി. ഒന്നും അറിയാത്ത പാവം കുട്ടികളെ വീഴ്ത്താൻ എങ്ങനെ വല വീശണമെന്നത് അവർ തികച്ചും മനസ്സിലാക്കിയിട്ടുണ്ടെന്നത് ഞാൻ ഇപ്പോഴാണ് കുറ്റബോധത്തോടെ അറിയുന്നത്. എന്നിട്ട് ഫോൺ പിന്നെ എപ്പോൾ തിരിച്ചു കൊടുത്തു? പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ക്ലാസ് വിട്ട് വരുന്നതും കാത്ത് അവർ മൂവരും കോളേജ് ക്യാമ്പസിലെ മെയ്ഫ്ലവറിന് ചുവട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു കൂടിയ നിമിഷങ്ങൾ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ആ കൂടിച്ചേരലായിരുന്നു. ഓ, വന്നല്ലോ അമ്മയുടെ ഉള്ള കുട്ടി. എടാ അനന്തു, ഇന്നും കോളേജിലേക്ക് പോരുമ്പോ അമ്മയുടെ മുല കുടിച്ചിട്ട് തന്നെയല്ലേ വന്നത്? മതിയടാ അവനെ വരുന്നതും കളിയാക്കാതെ. ഇന്ന് മുതൽ അനന്ത് പുതിയ ഒരാളാ അല്ലേ അനന്തു? അതൊക്കെ പോട്ടെ, എവിടെ എന്റെ മൊബൈൽ? ഇതാ. ഇന്നലെ ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നോക്കിയോ? എന്നിട്ട് എന്ത് തോന്നി? വളരെ ഉപകാരപ്രദമാണ്. ഇതുപോലൊന്ന് കിട്ടിയാൽ കൊള്ളാന്ന് തോന്നിയോ? ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങാനുള്ള കഴിവില്ല. ഞങ്ങൾ പാവങ്ങളാ. ഒരു സ്കൂൾ മാസ്റ്ററായ അച്ഛന് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന പണം കൊണ്ട് മൊബൈൽ ഒന്നും വാങ്ങാനാവില്ല. ഏടാ അനന്തു, നീ എന്തൊരു പാവാടാ. അപ്പോഴേക്കും കണ്ണിലൊക്കെ വെള്ളം നിറച്ച്. അയ്യേ, എടാ നോക്ക്, വിക്രമിന്റെയും സോനുവിന്റെയും ഒക്കെ കയ്യിൽ ഇതിനേക്കാളും വില പിടിച്ച മൊബൈലുകളാ ഉള്ളത്. ഞാനും ഇവരാരും തന്നെ വീട്ടിൽ നിന്നുള്ള പണം കൊണ്ടല്ല മൊബൈൽ വാങ്ങിയത്. പിന്നെ ഞങ്ങളുടെ കയ്യിലെ വില കൂടിയ ബൈക്കുകൾ പോലും ഞങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതാ. കള്ളം. എന്ത് അധ്വാനത്തിലൂടെയാണ് ഇത്രയേറെ പണം കിട്ടുക? മൾട്ടിനാഷണൽ കമ്പനികളുടെ ചില പ്രോജക്റ്റ് വർക്കുകൾ ഞങ്ങൾ വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്തു കൊടുക്കും. അതിന് കിട്ടുന്ന പണം കൊണ്ട് ഇതൊക്കെ വാങ്ങും. മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രോജക്റ്റുകളോ? അതെന്താണ്? അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. വീട്ടുകാരോടും സുഹൃത്തുക്കളോടൊക്കെ നമ്മളതാ പറയാ. എന്നാ യഥാർത്ഥ ജോലി അതൊന്നും അല്ല. പിന്നെ നിനക്ക് താല്പര്യമുണ്ടോ? എന്നാ പറയാം. 100 വട്ടം താല്പര്യമുണ്ട്. എനിക്കും നിങ്ങളുടേതുപോലെ വിലയേറിയ മൊബൈൽ വാങ്ങണം. നിങ്ങളുടെ കയ്യിലുള്ള പോലെ ശബ്ദം ഉയർത്തി പറക്കുന്ന ബൈക്ക് വാങ്ങണം. എങ്കിൽ പണം ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എടാ സോനു, നീ ഒന്ന് വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ നിന്ന് മാക്സിമം 50 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. ശനിയാഴ്ച മതി. നിന്റെ ക്ലാസ് ഒന്നും നീ നഷ്ടപ്പെടുത്തണ്ട. യാത്രയിൽ നീ നിന്റെ ഈ ബാഗ് കൂടെ കൊണ്ടുപോകണം. പക്ഷേ അതിൽ ഇതുപോലെ പുസ്തകങ്ങളൊന്നും ഉണ്ടാവരുത്. ബാഗിൽ രാകേഷ് ഒരു സാധനം പൊതിഞ്ഞു വെച്ച് തരും. അത് നീ മാഹിയിലോ തലശ്ശേരിയിലോ കണ്ണൂരോ കൊയിലാണ്ടിയിലോ രാകേഷ് പറയുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. നീ ഉദ്യമം വിജയിച്ച് തിരിച്ചെത്തിയാൽ രാകേഷ് നിന്റെ ബാഗിൽ 10,000 രൂപ വെച്ച് തരും. 10,000 രൂപയോ? ഒരു യാത്രയ്ക്ക് 10,000 രൂപയോ? ശരിയാ, സോനു പറഞ്ഞത് ശരിയാ. എന്താ അനന്തുവിന് താല്പര്യമുണ്ടോ? സോനു വിക്രമും ഒക്കെ ഇപ്പൊ ആഴ്ചയിൽ 2-3 യാത്ര നടത്തുന്നുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എന്തു പറഞ്ഞാണ് ശനിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങുക? അതല്ലേ എടാ, അതിനല്ലേ ഈ സ്പെഷ്യൽ ക്ലാസ് എന്ന സംവിധാനം തന്നെ. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ? ആരറിയാനാടാ. സ്കൂൾ പച്ചക്കറി മാർക്കറ്റ് വീട് എന്ന് സഞ്ചരിക്കുന്ന നിന്റെ സ്കൂൾ വാദ്യാര് തന്തയോ, കോളേജ് വീട് എന്ന് നാമം ജപിക്കുന്ന നിന്റെ പെങ്ങളോ, പിന്നെ വീട്ടിലെ കുറ്റിയിൽ തറച്ച അതിന് ചുറ്റും മേയുന്ന നിന്റെ അമ്മയോ? എടാ, മറ്റുള്ളവരുടെ കയ്യിലെ മൊബൈലും ബൈക്കും ഒക്കെ കണ്ട് വെള്ളമിറക്കാതെ ആൺകുട്ടികളെ പോലെ ധൈര്യമായി പറയടാ, ഞാൻ തയ്യാറാണെന്ന്. ഞാൻ തയ്യാറാണ്. എന്തിന് തയ്യാറാണെന്ന്? നിങ്ങൾ തരുന്ന സാധനം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ. ഞാൻ എന്ത് സാധനമാണ് തരുന്നതെന്നാണ് അനന്ത് വിചാരിക്കുന്നത്? നിങ്ങൾ എന്ത് സാധനം തന്നാലും ഞാൻ എത്തിക്കും. എന്നെ അങ്ങനെ കൊച്ചാക്കേണ്ട.
ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അനന്തു അടുത്ത ശനിയാഴ്ച ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വാ. എൻ്റെ വീടറിയോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിന് പിന്നിലൂടെ ഒരു 100 മീറ്റർ നടന്നാൽ മതി. ലോകം ഇതുപോലെ ബാക്കിയുണ്ടെങ്കിൽ ശനിയാഴ്ച 10 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ആ ടിപ്പൊളി. ആഹാ, വെരി ഗുഡ്. ഇപ്പോഴാടാ നീ ഒരു ന്യൂ ജനറേഷൻ ആൺകുട്ടിയായത്. ഇനി വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചൂടുള്ള പൊടിച്ചായ കുടിക്കാം. അതൊരു നല്ല മുന്നേറ്റമായിരിക്കും. എന്നാ വാ. ആരാ ഇത്? അനന്തുവോ? ശനിയാഴ്ചയാകാൻ കാത്തിരിക്കുകയായിരുന്നോ? പറഞ്ഞതിൽ നേരത്തെ എത്തിയല്ലോ. വാ, നമുക്ക് മോള് പോയിട്ട് എന്റെ മുറിയിലിരിക്കാം. വീട് കണ്ടെത്താൻ വിഷമിച്ചോ? ഇല്ല, അച്ഛൻ അറിയാമായിരുന്നു. അച്ഛനോ? അതെ, അച്ഛന് പഴയൊരു ലാംബ്രട്ട സ്കൂട്ടറുണ്ട്. അതിൽ അച്ഛൻ എന്നെ ഗേറ്റിന് മുന്നിൽ ഇറക്കി തന്നതാണ്. നന്നായി. അച്ഛനോട് എന്താ പറഞ്ഞത് നീ? മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊജക്ട് വർക്ക്. പഠിക്കുന്നതോടൊപ്പം തന്നെ കാശുണ്ടാക്കാം. പിന്നെ കൂടെയുള്ളത് ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും വക്കീലിന്റെയും മക്കളാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഹാപ്പി. കൊള്ളാം, നീ ആളാകെ മാറിപ്പോയി. എന്നാ പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. അല്ല, ബാഗ് കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നു. 2-3 പുസ്തകവും ഉണ്ട്. അത് വളരെ നന്നായി. ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ശരി, പറഞ്ഞോളൂ. ഞാൻ തരുന്നത് വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും മുന്നിൽ ചെന്ന് ചാടരുത്. പിടിക്കപ്പെട്ട ജാമ്യം പോലും കിട്ടാതെ ഉള്ളിൽ കിടക്കേണ്ടി വരും. അതോടെ ജീവിതം കട്ടപ്പുകയാവും. ഓർമ്മ വേണം. നമ്മൾ ഇത് കൊണ്ടുപോയി കിടക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 മീറ്റർ അകലത്തിൽ ഒരു പെട്ടിക്കടയുണ്ടാവും. ആ പെട്ടിക്കട നടത്തുന്ന ആൾക്കാണ് സാധനം കൈമാറേണ്ടത്. ആദ്യം ഒരു കോഡ് പറഞ്ഞ് ആളെ സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം കൈമാറ്റം. എന്താണ് കോഡ്? പറയാം, ധൃതി വെക്കാതെ. ഇന്ന് നീ പോകേണ്ടത് കൊയിലാണ്ടിയിലേക്ക്. അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 മീറ്റർ അകലെ ഒരു പെട്ടിക്കടയുണ്ട്. 3-4 ഭരണികളിൽ മിഠായികളും വെള്ളം തിളയ്ക്കുന്ന സമൂഹവുമായി ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടാവും. അവിടെ ചെന്ന ഉടനെ പാലും ചായപ്പൊടിയും ഇടാതെ ഒരു സ്ട്രോങ് ചായ എന്ന് പറയണം. പാലും ചായപ്പൊടിയും ഇടാതെ ഒരു സ്ട്രോങ് ചായ. മനസ്സിലായോ? ചായപ്പൊടി ഇടാതെ നിന്റെ തന്ത ഉണ്ടാക്കുമ്പോഴോ ചായ എന്ന് അയാൾ ദേഷ്യപ്പെടും. അപ്പോൾ സോറി അമ്മാവ, പാലും പഞ്ചസാരയും ഇല്ലാതെ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് നീ പറയണം. ഉടനെ അയാൾ ചിരിച്ചുകൊണ്ട് നിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി സമൂറിനടുത്ത് വെച്ചിട്ട് നിനക്കൊരു ചായ ഒടിച്ചു തരും. നീ ചായ കുടിച്ച് തീരുന്നതിനിടയിൽ നിന്റെ ബാഗ് തുറന്ന സാധനം അദ്ദേഹം രഹസ്യ അറയിലേക്ക് മാറ്റിയിരിക്കും. എന്താ, പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ബാഗിന്റെ സിബ് തുറക്ക്. പുസ്തകങ്ങളൊക്കെ പുറത്തെടുത്തോ. പിന്നെ നിന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കടലാസ് കഷ്ണം പോലും ബാഗിലുണ്ടാവരുത്. അഥവാ പിടിക്കപ്പെട്ടാൽ ബാഗ് തന്റേതല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാവണം. ഇതാ, ഇതുള്ളിലോട്ട് വെക്ക്. നോക്ക്, ലക്ഷങ്ങളുടെ മുതലാണ്. സൂക്ഷിക്കണം. സിബ് നന്നായിട്ട് അടച്ചോളൂ. എന്നാൽ ഞാൻ പോട്ടെ. ആയില്ല, തിരക്ക് വേണ്ട. ബസ് സ്റ്റാൻഡ് വരെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോയി വിടാം. പിന്നെ കഴിയുന്നതും ദീർഘദൂര KSRTCയിലേക്ക് കയറാവൂ. കയറിയുടൻ ആലസമായി കാരിയറിൽ ബാഗ് വെച്ചേക്കണം. മുൻഭാഗത്തെ കാരിയറിലാണ് ബാഗ് വെച്ചതെങ്കിൽ കഴിയുന്നത് ഇരിക്കേണ്ടത് പിൻഭാഗത്തെ സീറ്റിലായിരിക്കണം. ചെക്കിങ്ങിന് ആരെങ്കിലും വന്നാൽ അതാ നല്ലത്. ഞാനൊന്നും അറിയത്തില്ലേ രാമനാരായണ എന്ന മട്ടിൽ പുസ്തകവും വായിച്ചങ്ങിരുന്നേക്കണം. എന്നാ ശരി, വാ, നമുക്കിറങ്ങാം. സാർ, അന്ന് രാകേഷ് എന്നെ ഏൽപ്പിച്ച സാധനം ഞാൻ വളരെ കൃത്യമായി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു. വിജയകരമായ ആദ്യ ശ്രമം. തിങ്കളാഴ്ച രാവിലെ ഞാൻ കോളേജിലെത്തുമ്പോൾ രാകേഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ടോയ്ലറ്റിന് പുറകിലെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് രാകേഷ് 10,000 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നു. എന്നിട്ട് ആ തുകയും കയ്യിൽ പിടിച്ച് എന്തിനെന്നറിയാതെ ഏറെ നേരം ഞാൻ പൊട്ടിക്കരഞ്ഞു. പിന്നെ ആ പണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാവില്ലായിരുന്നു. അതെവിടെ സൂക്ഷിക്കും എന്നറിയാതെ ഞാൻ ഏറെ വിഷമിച്ചു. ഒടുവിൽ അത് ഞാൻ രാകേഷിനെ തന്നെ ഏൽപ്പിച്ചു. ഒരു ബൈക്കിനുള്ള തുകയാവുമ്പോൾ തന്നാ മതി എന്നും പറഞ്ഞു ഞാൻ രാകേഷിനെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. അപ്പോൾ പരിപാടി തുടരാൻ തന്നെയായിരുന്നു തീരുമാനം? അതെ, കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും എന്നിലുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഓരോ പ്രാവശ്യവും സാധനം സുരക്ഷിതമായി കൈമാറി തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു ത്രില്ലായിരുന്നു എനിക്ക്. എന്നിട്ട് സാർ, അങ്ങനെ 21 പ്രാവശ്യം ഞാൻ കാരിയറായി. 21 പ്രാവശ്യം ഞാൻ വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതമായി സാധനങ്ങൾ എത്തിച്ചു. പക്ഷേ 22ാമത്തെ പ്രാവശ്യം എന്തുപറ്റി? അന്നൊരു ബുധനാഴ്ചയായിരുന്നു. കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് 2 മണിക്കാണ് ഞാൻ സാധനവുമായി പുറപ്പെട്ടത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. യാത്രക്കാരെല്ലാം ഉച്ചമയക്കത്തിലായതുകൊണ്ട് ഞാൻ കയറിയതും എന്റെ ബാഗ് കാരിയറിന്റെ മുൻഭാഗത്ത് വെച്ചതും
അവരൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നിലൊരു സീറ്റിൽ പോയിരുന്ന് പതിവ് പോലെ പുസ്തകം തുറന്നു വായിക്കാൻ തുടങ്ങി. ബസ് മാഹി കഴിഞ്ഞ് അഴിയൂരെത്തിയപ്പോഴാണ് എക്സൈസുകാർ ബസ്സിന് കൈകാട്ടിയത്. അവർ ഓടിക്കയറി ഓരോരുത്തരെയും പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ കാരിയറിൽ നിന്ന് എന്റെ ബാഗ് കണ്ടെടുത്തു. പക്ഷെ അതിൽ എന്റേതെന്നറിയാൻ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. ബാഗ് ആരുടേതെന്ന് അവർ വീണ്ടും വീണ്ടും ചോദിച്ചു. ഞാനടക്കം മുഴുവൻ പേരും നിഷേധാർത്ഥത്തിൽ തലയാട്ടി. സംശയത്തിന്റെ മുന ഒടുവിൽ ചെന്ന് നിന്നത് ബസ് ജീവനക്കാരിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷനിൽ യാത്രക്കാരെ ഇറക്കി ഡ്രൈവറോടും കണ്ടക്ടറോടും സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് അവർ എന്റെ ബാഗും അതിലെ സാധനവും കൊണ്ടുപോയി. അവർ ഇറങ്ങിപ്പോയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ശ്വാസം നേരെ വീണത്. ഇതറിഞ്ഞപ്പോൾ രാകേഷിന്റെ പ്രതികരണം എന്തായിരുന്നു? അതുവരെ കാണാത്ത രാകേഷിന്റെ മുഖമാണ് ഞാനന്ന് കണ്ടത്. കോപം കൊണ്ട് തുള്ളി വിറയ്ക്കുകയായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവരുടെ ബോസിനെ നേരിട്ട് ചെന്ന് ഞാൻ കാണണമെന്ന് രാകേഷ് ശടിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വിക്രമിന്റെ മുറിയിൽ ബോസ് എന്നെ വിളിപ്പിച്ചു. ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, കണ്ടാൽ തന്നെ പേടി തോന്നും. ബോസ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: 2 ആഴ്ചത്തെ സാവകാശം തരുന്നു. അതിനിടയിൽ നഷ്ടപ്പെട്ട സാധനത്തിന്റെ വിലയായ 4 ലക്ഷം രൂപ നൽകണം, ഇല്ലെങ്കിൽ കൊന്നുകളയും. ആകെ ഭയപ്പെട്ടു പോയല്ലേ? ഭയന്നിട്ട് കാര്യമില്ലല്ലോ സർ. ഒരിക്കലും അത്രയും വലിയ തുക കൊടുക്കാൻ എനിക്കാവില്ലല്ലോ. അതുകൊണ്ട് എന്റെ മരണം ഞാൻ കാത്തിരുന്നു. അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? 2 ആഴ്ചക്കിടയിൽ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന അച്ഛനെ വഴിയിൽ തടഞ്ഞു വെച്ച് അവർ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പണം നൽകാമെന്നേറ്റു. അന്ന് വീട്ടിൽ പൊടിപൂരമായിരിക്കും അല്ലേ? അതാണ് ഏറ്റവും അതിശയം. ഇങ്ങനെയൊരു സംഭവം നടന്നതേ അച്ഛൻ ആരോടും പറഞ്ഞില്ല. പക്ഷെ അച്ഛൻ എപ്പോഴായിരിക്കും ഈ കാര്യം ചോദിക്കുക, പറയുക എന്ന് ഓരോ നിമിഷവും ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് അച്ഛൻ പണം കൊടുത്തോ? അറിയില്ല സർ. പണം കൊടുക്കാമെന്നേറ്റ ദിവസമാണ് അച്ഛനെ കാണാതായതും പിന്നെ അച്ഛന്റെ ശവം കണ്ടുകിട്ടിയതും. പണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നാണ് രാകേഷും മറ്റും പറഞ്ഞത്. പക്ഷേ സ്കൂളിലെ അധ്യാപകർ പിന്നീട് പറഞ്ഞത് അച്ഛനെ കാണാതായ ദിവസം അച്ഛൻ PF ൽ നിന്ന് 4 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിരുന്നു എന്നാണ്. അച്ഛന്റെ മരണശേഷം അവരുടെ നിലപാടെന്തായിരുന്നു? അച്ഛന്റെ മരണശേഷം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടിയതറിഞ്ഞപ്പോൾ ബോസ് വീണ്ടും പണത്തിന് ശല്യപ്പെടുത്താൻ തുടങ്ങി. രാകേഷിന്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണം മുഴുവൻ ഞാൻ ബോസിന് കൊടുത്തു. ബാക്കി കൊടുക്കാനായിട്ടാണ് ഒരു ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് വാശി പിടിച്ചത്. അനന്ത് എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ബൈക്ക് വാങ്ങിച്ചിട്ട്? വലിയ കണക്കുകൂട്ടലുകളായിരുന്നു സർ. അമ്മ ബൈക്ക് വാങ്ങിത്തരാനുള്ള തുകയ്ക്ക് ചെക്ക് എഴുതി എന്റെ കയ്യിൽ തരുമെന്നായിരുന്നു ഞാൻ കരുതിയത്. അങ്ങനെ പണമെടുത്ത് അവർക്ക് കൊടുത്ത് തലയൂരാം എന്ന് ഞാൻ കരുതി. ബാങ്കിൽ നിന്ന് പണമെടുത്ത് പോകുന്ന വഴി ആരെങ്കിലും തട്ടിപ്പറിച്ചതായി ഒരു കള്ളക്കഥയുണ്ടാക്കി വീട്ടിൽ പറയാമെന്നും കരുതി. എന്നിട്ട്? പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ചേച്ചി ഇടപെട്ടു. ചെക്കുമാറി പണവുമായി ചേച്ചി ബൈക്ക് വാങ്ങാൻ വരുമെന്ന് പറഞ്ഞതോടെ പരിപാടികളെല്ലാം പൊളിഞ്ഞു. അതോടെ ബാങ്കിൽ കാത്തുനിന്ന ചേച്ചിയുടെ അടുത്തേക്ക് രാകേഷും വിക്രമും സോനുവും കൂടി ചേച്ചിയിൽ നിന്ന് പണം കൈക്കലാക്കാമെന്നേറ്റു. പിന്നെ എനിക്കൊന്നും അറിയില്ല സർ. പണം കൈക്കലാക്കാൻ ബോസ് നേരിട്ടാണ് പോയതെന്നാണ് രാകേഷ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല പോലും. സർ, ഞാൻ പെട്ടുപോയതാണ് സർ. എത്രയോ കുട്ടികൾ എന്നെ പോലെ ഇത്തരം ഗ്യാങ്ങുകളിൽപ്പെട്ട് നരകിക്കുന്നുണ്ട് സർ. ഇത്തരം ഗ്യാങ്ങുകളിൽ പെട്ടുപോയാൽ പഴയ തപാൽ പെട്ടിയിൽ കൈയിട്ടതുപോലെയാണ്. അങ്ങോട്ടിടാൻ വേഗം കഴിയും, എന്നാൽ ഇങ്ങോട്ടെടുക്കാൻ ചോര പൊടിഞ്ഞേ കഴിയും. എല്ലാറ്റിനും കാരണം അനന്ത് ഒരാളാണ്. ശരിയാണ് സർ. ഞാനാണ് എല്ലാത്തിനും കാരണം. അച്ഛന്റെ മരണത്തിന്, ചേച്ചിയുടെ മിസ്സിങ്ങിന്, അമ്മയുടെ തോരാത്ത കണ്ണീരിന് ഒക്കെ ഞാനാണ് കാരണം. ഞങ്ങളുടെ ആ കൊച്ചു വീട്ടിലെ ചന്ദനമണം പോലുള്ള അച്ഛന്റെ സാന്നിധ്യം, ഇളം തെന്നൽ പോലെയുള്ള ചേച്ചിയുടെ സാമീപ്യം എല്ലാം ഞാനായിട്ട് ഇല്ലാതാക്കുകയായിരുന്നു. കരയാതെ. ആ, മുഖം തുടച്ചിട്ട് പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. ശരി സർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞങ്ങൾ രാകേഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന സംശയം നിങ്ങൾക്ക് മാറിയല്ലോ. ഇനി രാകേഷ് ഒളിച്ചുകളി മതിയാക്കി തുറന്നു പറയൂ. അനുരാധ എവിടെയാണുള്ളത്? അവളെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സർ. ബാങ്കിൽ അനന്തുവിന്റെ ചേച്ചിയിൽ നിന്ന് പണം തട്ടിപ്പറിച്ചെടുക്കാൻ പോയത് ഞങ്ങളല്ല, ബോസ് നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അന്ന് രാത്രി അനന്തു എന്നെ വിളിച്ചപ്പോൾ മാത്രമാണ് അവിടെ ചേച്ചി തിരിച്ചെത്താത്ത കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നെ ബോസിനെ ബന്ധപ്പെട്ടില്ലേ? ബന്ധപ്പെട്ടു. അനന്തുവിന്റെ ചേച്ചിയെ രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. എല്ലാ രഹസ്യവും പുറത്തറിയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നാ ബോസ് പറഞ്ഞത്. എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. കൂടുതലൊന്നും ചോദിക്കുന്നതും പറയുന്നതും ബോസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ശരി, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ ബോസിനെ വിളിക്ക്, സാധനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതും കൊണ്ട് നിന്റെ ബോസിനെ ഇവിടെ എന്റെ മുന്നിലെത്തിക്കും.
പറ്റില്ല സാർ, എന്നെ കൊണ്ട് പറ്റില്ല സാർ. ചതിച്ച അവരെന്നെ പിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല സാർ. അവരെന്നെ കൊല്ലും സാർ. സാർ, നീ ഒന്നും ജീവിക്കാൻ അർഹനല്ലടാ. നാടിനെയും നാട്ടുകാരെയും മുഴുവൻ നശിപ്പിച്ച് മതി നീയൊക്കെ ജീവിച്ചത്. വിളിക്കടാ, നിന്റെ ബോസിനെ വിളിക്ക്. ഹലോ ബോസ്, ഞാൻ രാകേഷാണ്. നിനക്ക് എന്താണ് വേണ്ടത്? ആ പെണ്ണിന്റെ കാര്യം അറിയാനാണോ? അല്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട, കേട്ടല്ലോ. ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. അല്ല ബോസ്, ബോസ് അതിനല്ല. പിന്നെ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് തൊട്ടിപ്പാലത്ത് നിന്നാ. ഓഹോ, എത്ര വേണം? എത്രയായാലും അവരെടുക്കുമെന്നാ പറഞ്ഞത്. എവിടെയാണ് സാധനം എത്തിക്കേണ്ടത്? പതിവ് പോലെ എന്റെ വീട്ടിൽ തന്നെ എത്തിച്ചാൽ മതി. അച്ഛനും അമ്മയും? അച്ഛൻ പുറത്തു പോയിരിക്കുക. എത്രയും പെട്ടെന്ന് വരൂ. ശരി, നീ പുറത്ത് തന്നെ നിൽക്കണം. ഞാനൊരു 5 മിനിറ്റ് കൊണ്ടുവരാം. ശരി ബോസ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. രാകേഷ്, പുറത്തു നിന്നോളൂ. യാതൊരു സംശയവും കൂടാതെ ബോസിനെ ഈ അകത്തേക്ക് കയറ്റണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇത്തരം ലഹരി മാഫിയായുമായിട്ടായിരുന്നോ എന്റെ മകന്റെ ചങ്ങാത്തം? പഠിക്കാൻ താല്പര്യമുള്ള സംസ്കാര സമ്പന്നരായ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നടാ ഈ നാട്ടിൽ നിനക്ക് കൂട്ടുകൂടാൻ. ഡോക്ടർ, നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു 10ാം ക്ലാസ് വരെയൊക്കെയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടതെന്ന്. പിന്നെ അവർ വലിയവരാണെന്ന് കരുതി വേണ്ടാത്ത സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നശിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടിയിലും പെൺകുട്ടിയിലുമാണ് രക്ഷിതാക്കളുടെ കണ്ണുകൾ എപ്പോഴും വേണ്ടത്. ചെല്ല്, അയാൾ വരുന്നുണ്ട്. രാകേഷ്, പുറത്തേക്ക് ചെല്ല്. യാതൊരു സംശയം കൂടാതെ അവനകത്തേക്ക് കയറ്റണം. രാജൻ, നിങ്ങൾ ഹാൻഡ്കപ്പ് എടുത്തിട്ടുണ്ടല്ലോ. അലർട്ടായിരിക്കണം. പക്കാ റൗഡിയായിരിക്കും. ഏത് സിറ്റുവേഷനും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഓക്കെ സാർ. ബോസ് വരൂ. രാകേഷ്, ആരാണ് ഇവരൊക്കെ? ആരാണെന്ന്? അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? പറയടാ, പറയടാ, ആരാ ഇവരൊക്കെ? ആരാണെന്ന്? അവനെ ചാടിക്കടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ആരാണെന്നല്ലേ? ഇത് രാകേഷിന്റെ അച്ഛനും അമ്മയും. ഇവർ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് പോത്തൻ. എടാ രാകേഷ്, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എടാ, മിണ്ടാതിരിക്കി, അല്ലെങ്കിൽ ഈ തോക്കിലൊരുണ്ട നിന്റെ നെഞ്ചു തുളച്ച് കടന്നു പോകും. ഇവരെ വിലങ്ങടയിക്കി. യെസ് സാർ. ഭയങ്കര ക്രിമിനലാണ്. കാലിലും കിടക്കട്ടെ, ഒന്ന് നമുക്ക് ജീപ്പിലെടുത്ത് കയറ്റാം. വേഗം ഇങ്ങോട്ട് വാടാ. ഇനി ബോസ്, സാവകാശം. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും. അനുരാധ എവിടെയാണുള്ളത്? ഏതനുരാധ? എനിക്കറിയില്ല. എടാ, കൊലക്കൊമ്പനായ നിന്നെ പുഷ്പം പോലെ ഈ മുറിക്കുള്ളിൽ എത്തിക്കാൻ എനിക്കായിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മണി പോലെ ഉത്തരം പറയിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞോ, അനുരാധ എവിടെയാണുള്ളത്? ബാങ്കിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവളെ എവിടെയാണ് നീ ഒളിപ്പിച്ചിരിക്കുന്നത്? യെസ്, സ്റ്റേഷനിൽ നിന്നോ? അതെ അതെ, സി ഐ ആണ്. പറയൂ. എന്താ? എപ്പോൾ? എവിടെ? സാൻഡ് ബാഗ്സിനെടുത്തോ? കോളേജ് കുട്ടികളാണോ കണ്ടത്? ആരാണ് തിരിച്ചറിഞ്ഞത്? ഓ ഓ ശരി ശരി. പിന്നെ നിങ്ങൾ വേഗം സ്പോട്ടിലേക്ക് ചെല്ലേ. പബ്ലിക്സിനെ അടുപ്പിക്കരുത്. ഞങ്ങൾ ഉടനെ അവിടെ എത്തും. ശരി, ഓക്കെ, വെച്ചോളൂ. എടാ, കൊന്നു കളഞ്ഞല്ലടാ നീ, മഹാപാവി. ആ പാവം പെൺകുട്ടി. ഇതിന് മാത്രം എന്ത് തെറ്റാടാ നിന്നോടൊക്കെ ചെയ്തത്? എന്താണ് സാർ, എന്താണ്? അനന്തുവിന്റെ ചേച്ചി അനുരാധയുടെ ഡെഡ് ബോഡി കിട്ടി. സാൻഡ് ബാഗ്സിനെടുത്ത് വെച്ച്. നേരത്തെ ബാലൻ മാസ്റ്ററുടെ ബോഡി കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ കോളേജ് കുട്ടികളാണ് തിരിച്ചറിഞ്ഞത്. മഹാപാവി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. സ്റ്റേഷനിലെത്തട്ടെ. നീതിക്കും നിയമത്തിനും നിന്നെ വിട്ടുകൊടുക്കുന്നതിന് മുമ്പേ നിന്റെ നെഞ്ചിൻ കൂടി ഞാൻ ചവിട്ടിപ്പൊളിക്കും. എന്നാലും എന്റെ പൊന്നു മോനെ, നിങ്ങൾ എല്ലാരും കൂടി. ജയലക്ഷ്മി, ഇവൻ ഇനി നമ്മുടെ മകനല്ല. ഇവനെ ഓർത്ത് നീ കരയരുത്. ഡോക്ടർ, ഞാൻ ഇവനെ ഓർത്തല്ല കരയുന്നത്. അവന്റെയും കൂട്ടുകാരുടെയും ചെയ്തികൾ കൊണ്ട് നശിച്ചുപോയ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഓർത്താണ്. അവരുടെ പാവം അമ്മമാരെ കുറിച്ച് ഓർത്താണ്. അനന്തുവിന്റെ അമ്മയെ പോലുള്ള അമ്മമാരുടെ കണ്ണിൽ നിന്ന് വീണത് കണ്ണീരായിരിക്കില്ല, ചോരയായിരിക്കും. ചോര. ആ അമ്മമാരുടെ ഹൃദയം പൊട്ടിയുള്ള ശാപത്തിൽ നിന്ന്
എത്ര ജന്മം കഴിഞ്ഞാലും നമുക്ക് മോചനം ഉണ്ടാവില്ല. സാർ, കൊണ്ടുപോയിക്കോളൂ ഇവനെ, കൊണ്ടുപോകൂ. അവനിനി എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. കൊണ്ടുപോകൂ, കൊണ്ടുപോകൂ. ഒരിക്കലും ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അവനെ കൊണ്ടുപോയി ജയിലിലടക്കി. ഇനി ഒരു അമ്മയ്ക്കും ഇത്ര മക്കൾ ഉണ്ടാവരുത്, ഉണ്ടാവരുത്, ഉണ്ടാവരുത്. കണ്ണീരുണങ്ങാതെ ഒരമ്മ നാടകം സമാപിക്കുന്നു. രചന സുനി അരിക്കാം വീട്ടിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുജാത PG ഇന്ദിര, ഡോക്ടർ ജയലക്ഷ്മി രേവതി ദിനേശ്, ഡോക്ടർ അനന്തരാമൻ നിലമ്പൂർ മണി, CI ജോർജ് പോത്തൻ, KC കരുണാകരൻ പേരാമ്പ്ര, അനന്തു രാഹുൽ പെരിങ്ങാവ്, രാകേഷ് അരുൺ ശങ്കർ RK, സോനു സുർജിത് കടുങ്ങപുരം, വിക്രം നിതിൻലാൽ പന്നൂർ, ബോസ് ആണ്ടൂർ ബാലകൃഷ്ണൻ, പോലീസുകാരൻ അനിൽ അങ്ങാടിപ്പുറം. സംവിധാനം മാത്യു ജോസഫ്. സഹായം P നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.